മികച്ചതായിരുന്നു കേട്ടോ. പെർഫോമൻസിൻ്റെ കാര്യത്തിൽ ഒരു രക്ഷയില്ല. പടം സൂത്തിങ് ആയിരുന്നു. റഹ്മാൻ സാറിൻ്റെ മ്യൂസിക് എല്ലായിട്ട് പടം അടിപൊളിയായിരുന്നു. പക്ഷേ എന്തോ എവിടെയൊക്കെ ഒരു പോരായ്മയുണ്ട്. ഭയങ്കര ലാഗ് ഫീലും കുറച്ച് ക്രിഞ്ചും കാര്യങ്ങളൊക്കെ ഫീൽ ചെയ്തായിരുന്നു. പക്ഷേ ഗുഡ്. എടുത്തു പറയാനുള്ള പെർഫോമൻസ് തന്നെയാണ്. പ്രകാശ് രാജിൻ്റെ ആണെങ്കിലും ധനുഷിൻ്റെ ആണെങ്കിലും അപർണ ബാലമുരളിയുടെ ഗോകുലിൻ്റെ അങ്ങനെയൊക്കെ കുറച്ചൊരു പെർഫോമൻസ് എടുത്ത് പറയാനുള്ളത് തന്നെയാണ് പടത്തിൽ. കുഴപ്പമില്ലെന്ന് പറയാൻ പറ്റും. പക്ഷെ പഴയ പടം പോലെയൊന്നും ആയില്ല. ധനുഷിൻ്റെ പഴയ പടങ്ങൾ പോലെയൊന്നും ആയില്ല. കുഴപ്പമില്ല. ധനുഷിൻ്റെ ആക്ടിങ് അത് മാത്രം കണ്ടുകൊണ്ടിരിക്കാം. പിന്നെ റഹ്മാൻ്റെ മ്യൂസിക് അത് കണ്ടുകൊണ്ടിരിക്കാം. പിന്നെ വലിയ സുഖമില്ല. അത് സെക്കൻഡ് ഹാഫ് അത്ര പോരായിരുന്നു. ഫസ്റ്റ് ഹാഫ് നല്ല പറഞ്ഞിട്ടുണ്ടായിരുന്നു. സെക്കൻഡ് ഹാഫിലായപ്പോഴേക്കും കയ്യിൽ നിന്ന് പോയി. വയലൻസ് ഉണ്ട് ബ്രോ, പക്ഷെ നല്ല ആക്ഷനും ബാക്കിയെല്ലാം കൊള്ളാം. രക്തമൊക്കെ ആവശ്യം കൂടുതൽ ചുരിയൊക്കെ ഉണ്ട്, അതെല്ലാം കൊള്ളാം. പക്ഷെ സ്റ്റിൽ കഥയുടെ വെച്ച് നോക്കുമ്പോൾ സെക്കൻഡ് ഹാഫ് കയ്യിൽ നിന്ന് പോയി. ബാക്കിയെല്ലാം കൊള്ളാം. നല്ല അഭിനയം ബാക്കിയുള്ള അടിപൊളിയാണ്. നന്നായിട്ടുണ്ട്. റായൻ്റെ സിനിമാറ്റോഗ്രാഫി ചെയ്ത ഓം പ്രകാശിൻ്റെ സിസ്റ്ററാണത്. ആ സിനിമയുടെ ക്യാമറാമാൻ്റെ സിസ്റ്ററാണത്. ഞങ്ങളപ്പോൾ അതും കൂടെ കാണാൻ വേണ്ടി വന്നതാണ്. ഞാനങ്ങനെ ടെക്നിക്കൽ സൈഡൊന്നും നോക്കാത്ത ഒരാളാണ്. അപ്പം അത് കണ്ടു. നന്നായിട്ടുണ്ട്. കൊള്ളാം. മൊത്തത്തിലെല്ലാവരും നല്ല അഭിനയമായിരുന്നു. ആള് സിസ്റ്ററായിട്ട് റോൾ ചെയ്യുന്നൊരു പെൺകുട്ടിയുടെ നല്ല റോളായിരുന്നു. നല്ലതായിട്ടാണ് ചെയ്തത്. മൊത്തത്തിൽ നല്ല പടമായിരുന്നു. എന്നുവെച്ചാൽ ധനുഷിൻ്റെ ഫസ്റ്റ് പടമല്ലേ, ഫസ്റ്റ് ഡയറക്ഷനുള്ള പടമല്ലേ. അപ്പോൾ അതിനനുസരിച്ചേ ഉള്ളൂ. കൂടുതൽ എക്സ്പെക്റ്റേഷൻ വെച്ചൊന്നും പോകണ്ട. ധനുഷിൻ്റെ ഫസ്റ്റ് പടമായതുകൊണ്ട് അതിനനുസരിച്ചിട്ടുള്ളേ ഉള്ളൂ. പിന്നെ വയലൻസ് ഒക്കെ ഇച്ചിരി അത്യാവശ്യം കൂടിയിട്ടുണ്ട്. ഫസ്റ്റ് ഹാഫ് ആയിരുന്നു എനിക്കിഷ്ടം. കുറച്ചുകൂടെ അടിപൊളിയായിട്ട് തോന്നിയത്. ഓവറോൾ 4.5. ധനുഷിന് പണി അറിയാം ആണ്. പക്ഷേ ഹൈപ്പിനുള്ള അത്രയും വന്നിട്ടില്ല. വിഷ്വലി ഗാനം കിടിലമാണ്. ധനുഷിൻ്റെ പെർഫോമൻസ് വൈസ് നോക്കുകയാണെങ്കിൽ കിടിലമാണ്. പിന്നെ മറ്റേ സർട്ടിഫിക്കറ്റ് കൊടുക്കാനുള്ളതുണ്ടോയെന്ന് വെച്ച് കഴിഞ്ഞാൽ അത്രത്തോളം ഇല്ല. മീൻസ് ഇപ്പം നമ്മുടെ മറ്റേ കില്ല് കണ്ടില്ലേ, ആ ഒരു റേഞ്ചില്ല. പക്ഷേ ആസ് എ തിയേറ്ററിന് നല്ല കിടിലമായിരിക്കും സാധനം കാണാൻ വേണ്ടിയിട്ട്. കൊള്ളാം. വിഷ്വലി വളരെ ഗംഭീരമായിട്ട് എടുത്ത് വെച്ചിരിക്കുന്നു. ഒന്നും പറയില്ല. കുഴപ്പമില്ല. ധനുഷ് കൊള്ളാം. പിന്നെ കുഴപ്പമില്ല. അത്ര ആവറേജാണ്. റിവ്യൂ ഉണ്ടാണ് വന്നത്. പക്ഷേ അത്രയൊന്നുമില്ല. ഒരു ഡയറക്ഷനൊക്കെ കൊള്ളാം. പക്ഷേ സ്ക്രിപ്റ്റ് എവിടെയോ എനിക്ക് ഇഷ്ടപ്പെട്ടില്ല. ചെറുതായിട്ട് ഇഷ്ടപ്പെട്ടില്ല. ചിലതൊക്കെ കൊള്ളാം. ഇന്റർവെല്ലിന് മുമ്പുള്ള ഒരു ഫൈറ്റ് സീനൊക്കെ കൊള്ളാം. ഓറായിരുന്നു പടം. ഇന്റർവെല്ലിൽ മാത്രം ചെറിയൊരു പഞ്ച് ഉണ്ടായിരുന്നു. അതിനുശേഷം പിന്നെയും ഫസ്റ്റ് ഹാഫിനെ കാട്ടി പിന്നെ ഒരു ലാഗ് പടം. ആക്ച്വലി പുള്ളി ഒരു ഫീൽ ഗുഡ് പടം എടുക്കുന്നതാണ് കുറച്ചുകൂടെ ബെറ്റർ ഇതിനെക്കാട്ടി. നമുക്കൊരു എ വെച്ചിട്ട് ഇറക്കിയപ്പോൾ ഒരു വയലൻസ് ഒക്കെ ഉണ്ട്. അത്യാവശ്യം നല്ല മാസ് എന്റർടൈൻമെന്റ് എന്നാണ് വിചാരിച്ചത്. പക്ഷേ ഒട്ടും എക്സ്പെക്ട് ചെയ്ത് അത്രയും ഇല്ല പടത്തിൽ. ഡയറക്ഷൻ ആയാലും ലൈക്ക് പുള്ളി ഇതിനു മുമ്പേ ഒന്ന് ചെയ്തിട്ടുണ്ടല്ലോ, പവർ പാണ്ടി, അതിന്റെ അത്രയും എക്സ്പെക്ട് ചെയ്താണ് പോയത്. പൊതുവേ പടം ഡിസപ്പോയിന്റഡ് ആണ്. ഒരു ആവറേജ് പടം അത്രേ പറയാൻ പറ്റൂ. എടുത്ത് പറയാനായിട്ട് തങ്കച്ചി പാസ് അത്രേ ഉള്ളൂ. നമുക്ക് എക്സ്പെക്ട് ആണ്. നമ്മൾ ട്രെയിലർ എന്ത് കാണുന്നു അതാണ് പടം. പക്ഷേ ട്രെയിലറിൽ കുറച്ചുകൂടെ ഒരു മാസ് വേണം എന്നാണ് നമുക്ക് തോന്നുന്നത്. പക്ഷെ അതൊക്കെ ഒരു ചെറിയൊരു ഫ്രെയിമിങ്ങിൽ മാത്രമേ പടം വന്നിട്ടുള്ളൂ. നമുക്ക് എന്താ പറയാൻ കുറെ എക്സ്പെക്ട് ചെയ്താണ് വന്നത്. പക്ഷേ ഡിസപ്പോയിന്റഡ് ആണ് മൊത്തത്തിൽ പടം. അഭിനയം എന്ന് പറയാൻ പ്രത്യേകിച്ചൊന്നുമില്ല. ജസ്റ്റ് ഒരേ എക്സ്പ്രഷൻ ഉള്ളൂ. ഡയറക്ഷനും ഒരുമാതിരി ഒന്നുമില്ല കേട്ടോ പറയാൻ. എന്തിന് വന്നൊന്നാണല്ലോ ഇങ്ങനെ അത്രയ്ക്ക് പോരോ. കഥയും ഇല്ല. ഇന്റർവെല്ലൊക്കെ ആയി കഴിഞ്ഞ് ഇന്റർവെല്ലിന്റെ സെക്കൻഡ് ഹാഫ് പടം ഒന്നും മനസ്സിലായില്ല. എന്തിനാണ് ഓരോരോ ഇൻസ്റ്റൻസ് കൊണ്ടുവന്ന് ഒന്നും മനസ്സിലായിട്ടില്ല. പോരാ ഒട്ടും കൊള്ളില്ല.